കാസർകോട് ഭർതൃവീട്ടുകാരുടെ മുന്നിൽ വെച്ച് യുവതി ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയ കേസിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്ത്. സുഫൈദയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ശരീരത്തിലുണ്ടായത് പുതിയ പാടുകളാണ്. മുഖത്തും കൈയിലും രക്തം കല്ലിച്ച പാടുകളുണ്ട്. നഖത്തിന്റെ പാടുകളും ശരീരത്തിലുണ്ട്. ആത്മഹത്യ ചെയ്ത ദിവസം യുവതിയെ മർദ്ദിച്ചിരുന്നുവെന്ന് ഭർത്താവ് ആദിൽ സമ്മതിച്ചു. ആദിൽ റിമാൻഡിലാണ്. ശനിയാഴ്ചയാണ് കാസർകോട് പാണലത്ത് ചർലടുക്ക സ്വദേശി ഫാത്തിമത്ത് സുഫൈദ ജീവനൊടുക്കിയത്. ഭർതൃവീട്ടുകാരുടെ പീഡനത്തെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്നാണ് യുവതിയുടെ വീട്ടുകാർ ആരോപിച്ചത്. ഇന്ന് 1-ാം വിവാഹ വാർഷികം ആഘോഷിക്കാനിരിക്കെയാണ് ദാരുണ സംഭവമുണ്ടായത്. കുടുംബം വിവാഹ സമയത്ത് നൽകിയ സ്വർണ്ണാഭരണങ്ങളും മഹറായി നൽകിയ മാലയുമടക്കം ഭർത്താവ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതിനായി സുഫൈദയെ നിരന്തരം മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നതായി കുടുംബം ആരോപിച്ചിരുന്നു. ശനിയാഴ്ച സുഫൈദയുടെ ഭർത്താവിന്റെ വീട്ടിൽ സ്വർണവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. അതിനിടെ ഭർത്താവ് സുഫൈദയെ മർദ്ദിക്കുകയും വിവരം പുറത്തു പറയാതിരിക്കാൻ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് സുഫൈദ ഭർതൃവീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ആസിഡ് കുടിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. യുവതിയെ ആശുപത്രിയിലെത്തിക്കാൻ പോലും ഭർതൃവീട്ടുകാർ ശ്രമിച്ചില്ലെന്നും നീ അനുഭവിച്ചോ എന്ന നിലപാടാണ് അവർക്ക് ഉണ്ടായിരുന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞു. വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട. പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.